ഇസ്രയേലിന്റെ ആക്രമണം നടന്ന ഉടനെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പല പ്രസ്താവനകളും ഇസ്രയേലിന്റെ രാത്രി യുദ്ധത്തെ എന്ന് അടിവരയിടുന്നതായി കാണാം. മാത്രവുമല്ല, ഇത്രയധികം ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് സാധിച്ചിട്ടും ഒന്നുപോലും തടയാൻ ഇറാന് കഴിഞ്ഞതുമില്ല. ഒരു ഡസനോളം മേഖലകളിൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ ഡിഫൻസ് സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രയേൽ ആക്രമണം ഉണ്ടാകും എന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പുണ്ടായിട്ടും അമേരിക്കൻ പൗരന്മാരോട് രാജ്യം വിടാൻ ഉൾപ്പെടെ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടും ഇറാൻ ഒരു ആക്രമണ മുന്നറിയിപ്പ് മുന്നിൽ കാണാതിരുന്നതും എന്തുകൊണ്ടായിരിക്കും? ഉത്തരം ഇറാൻ തന്നെയാണ് നൽകേണ്ടത്. പ്രഥമ ദൃഷ്ടിയാൽ ചില കാര്യങ്ങൾ പറയാൻ കഴിയുക ഇങ്ങനെയാണ്. ഒന്ന്, ആക്രമണത്തിന്റെ സ്വഭാവം വളരെ അപ്രതീക്ഷിതമായാണ് എന്നതാണ്. മറ്റൊന്ന്, രാത്രിയിലാണ് ഈ ആക്രമണം എന്നതും. വളരെ കൃത്യതയോടെയും അപ്രതീക്ഷിതമായും ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇസ്രയേൽ നേരത്തെ തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്രയധികം സ്ഥലങ്ങളിലെ ഒന്നുപോലും പ്രതിരോധത്തിന് വിധേയമാകാത്ത തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രതിരോധ മേഖലയെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ആശങ്കകൾ ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇടപെടലുകൾ നടത്തുന്നതിന് എല്ലാം മുൻപ് തന്നെ അതിവേഗത്തിലുള്ള അറ്റാക്ക് നടത്തുക എന്നതായിരുന്നു ഇസ്രയേൽ സ്വീകരിച്ചിരുന്ന തന്ത്രം. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രണ്ട്, ഇറാനുള്ള സാങ്കേതിക പരിമിതികളാണ്. ഇറാനിൽ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ കൂടുതൽ പഴയ തരം സാങ്കേതികതകളിൽ ഉള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. റഷ്യൻ നിർമ്മിത S-300 കയ്യിലുണ്ടെങ്കിലും അവ രാജ്യത്തിന് നേരെ ഏത് ദിശയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെയും പ്രതിരോധിക്കുവാൻ മാത്രം കെൽപ്പുള്ളതല്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇസ്രയേൽ അതിൻ്റെ ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റഡാർ പരിരക്ഷകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം ആയത്തുള്ള അലി ഖാംനഈ സൈനികരോട് സജ്ജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെറിയ തിരിച്ചടികൾ മാത്രമായിരിക്കും ഇറാൻ നൽകുക എന്നും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പ്രവേശിക്കില്ല എന്നുമാണ് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇറാനേറ്റത് ശക്തമായ മുറിവാണെന്നും പകരം ചോദിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് മേലുള്ള വിശ്വാസം പ്രോക്സി ഗ്രൂപ്പുകൾക്കും ഇറാനികൾക്കും ഉൾപ്പെടെ നഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കാൻ നിർബന്ധിതമാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രയേലിന് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ നടത്തി എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇറാന്റെ പ്രത്യാക്രമണം കൂടുതൽ കൂടിയാലോചനകൾക്കും തന്ത്രപരമായ നിരീക്ഷണങ്ങൾക്കും ശേഷമായിരിക്കും എന്നതാണ്. തിരിച്ചടി കൃത്യമായിരിക്കണമെന്ന നിർബന്ധം ഇറാനുണ്ടാകും. ഇസ്രയേലിന്റെ അത്യാധുനിക പ്രതിരോധ കവചങ്ങൾ മറികടന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് കൂടുതൽ കൂടിയാലോചനകളും സമയങ്ങളും വേണ്ടിവരുമെന്നതിനാൽ സൈനിക നീക്കങ്ങൾ വളരെ പതുക്കെ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇറാന്റെ പരമ്പരാഗത പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ള, ഹൂത്തി, ഹഷ്ദ് അൽ ഷാബി തുടങ്ങിയ ഗ്രൂപ്പുകളെ കൊണ്ട് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുകയാകും സംഭവിക്കുക. ഈ ആക്രമണങ്ങളിൽ ഇസ്രയേലിന്റെ സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ലക്ഷ്യം വെക്കുകയാകും ഇറാന്റെ തന്ത്രം. ഇതിനായി ഡ്രോണുകൾ, ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയവ ഉപയോഗിച്ചേക്കാം. ഇസ്രയേലിന്റെ ഉത്തരമേഖലയിൽ പ്രത്യേകിച്ച് ഗോലാൻ ഹൈറ്റ്സ് ഭാഗങ്ങളിൽ ഏറ്റുമുട്ടലുകൾ നടക്കാം. റഷ്യൻ S-300 അടിസ്ഥാനമാക്കിയുള്ള മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ സജ്ജമാക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഹോർമസ് കടലിടുക്കിൽ ഇറാന്റെ നാവികപ്പടയുടെ സ്വാധീനമാണ്. അത് വളരെ വലുതാണ്. ഇറാന്റെ നാവികപ്പട ഏറെ പേര് കേട്ടതുമാണ്. ഇതുവഴിയുള്ള എണ്ണക്കപ്പലുകൾ ഇറാൻ തടഞ്ഞുകൊണ്ട് ലോകത്തിനെ സമ്മർദ്ദത്തിലാക്കുകയാകും മറ്റൊരു തന്ത്രം. മറ്റൊന്ന്, സൈബർ ആക്രമണമാണ്. ഏറ്റവും പേരുകേട്ട സൈബർ പ്രോക്സികൾ ഇറാന്റെ കയ്യിലുണ്ട്. ഇസ്രയേലിലെ പവർ ഗ്രിഡുകൾ, ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കുകൾ എന്നിവ ലക്ഷ്യമാക്കിയാക്കും ഈ സൈബർ ആക്രമണങ്ങൾ നടക്കുക. ഇസ്രയേൽ വീണ്ടും തുടർ ആക്രമണം നടത്തുന്നോ എന്നതിനനുസരിച്ചാകും ഇറാന്റെ അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാവുക. അതുവരെ ഇസ്രയേലിനെ യുദ്ധത്തിന് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒറ്റപ്പെട്ട ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും മറ്റുമൊക്കെയായി ഇറാൻ മുന്നോട്ട് പോവുകയാകും ചെയ്യുക. ആക്രമണം ശക്തമായാൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ കൂടി ആക്രമിച്ചുകൊണ്ടുള്ള വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ട്വിസ്റ്റും ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നാൽ കൂടുതൽ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് ഇടപെടുകയും ചെയ്യുമെന്നൊക്കെയാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഏതായാലും ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ പരാജയമാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇസ്രയേൽ ഭീഷണിയെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാൻ ജാഗ്രത കൈക്കൊണ്ടില്ലെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന ഉത്തരം ഇറാൻ സൈനിക നേതൃത്വം നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.